ഞാനിപ്പോൾ നിൽക്കുന്നത് സോമാലിയയിലെ കടൽ തീരത്ത് ഗുൾഫി ദ്വീപിനടുത്തുള്ള വള്ളിത്തോടിലാണ്. ഇവിടെയാണ് ടെമ്പു ജാനുവിൻ്റെ വീട്. അവിടെയാണ് എനിക്ക് കുളിക്കുവാനുള്ള വെള്ളം ചൂടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് AD 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച ചിക്കാഗോ മതക്കാരുടെ സോളമൻ ചേട്ടൻ്റെ പ്രതിമയ്ക്കരികിലാണ്. OD 4-ാം നൂറ്റാണ്ടിൽ വന്നപ്പോൾ തല തിരിച്ചുകൊണ്ടിരുന്ന ഈ പ്രതിമ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ പ്രതിമയല്ലേ? എന്ത് പ്രതിമ? എടാ ഞാൻ ഓവർ പൂസായി പോയി. എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതിലെയാണോ എന്ന് ഞാൻ നോക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെക്കോസ്ലോവാക്യയുടെ തലസ്ഥാനമായ പള്ളിമുക്കിലാണ്. മട്ടൻ കറിക്ക് ഏറെ പ്രാധാന്യമുള്ള മട്ടന്നൂരിനടുത്താണ് ഈ സ്ഥലം. കരുത്ത വർഗ്ഗക്കാർ ഏറെ വസിക്കുന്ന ഈ ഗ്രാമത്തിലെ പ്രധാന തൊഴിൽ ചാരായം പാറ്റലാണ്. രാവിലെ ചായയ്ക്ക് പകരം ചാരായമാണത്രേ ഇവരുടെ പാനീയം. ചാരായം കുടിച്ച റങ്കായി ഇവർ ചെയ്യുന്ന റംഗോലി നൃത്തം വളരെ പ്രാധാന്യമാണ്. അപ്പോഴാണ് നൃത്തം ചെയ്തുകൊണ്ടുവരുന്ന ഒരാളെ ഞാൻ കണ്ടത്. ഞാനും അയാളുടെ കൂടെ കൂടി. പിന്നെ അയാൾ ഇരുന്ന് നൃത്തം ചെയ്തു. ഞാനും ഇരുന്ന് നൃത്തം ചെയ്തു. പിന്നെ അയാൾ കിടന്നു നൃത്തം ചെയ്തു. ഉടനെ ഞാൻ കീശയിൽ നിന്നും താക്കോൽ കൂട്ടമെടുത്ത് അയാളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അപസ്മാരമാണെന്ന്. ഞാനിപ്പോൾ വീണ്ടും നിൽക്കുന്നത് നൈജീരിയയുടെ തലസ്ഥാനമായ പുടിക്കൊണ്ടിലാണ്. തുർക്കികളുടെ കാലത്ത് പണികഴിപ്പിച്ച പ്രശസ്തമായ ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. 24 മണിക്കൂറും ദർശനത്തിനായി നീണ്ട ക്യൂ ഇവിടെ കാണും. തിരക്ക് കാരണം മണിക്കൂറുകളോളം ട്രാഫിക് ബ്ലോക്കിൽ അകപ്പെട്ടാണ് ഞാനിവിടെ എത്തിയത്. സ്ത്രീകൾ പ്രവേശിക്കാത്ത ഈ ക്ഷേത്രത്തിൽ 60 വയസ്സിന് മുകളിലുള്ള വയസ്സന്മാരും 18 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളും മാത്രമേ ഭക്തന്മാരായുള്ളൂ. ഞാനും അവരുടെ കൂടെ ദർശനത്തിനായി ക്യൂവിൽ നിന്നു. പെട്ടെന്ന് ക്യൂവിലുള്ളവരെല്ലാം തിരിച്ചു വരുന്നു. ഞാൻ ഒരാളോട് ചോദിച്ചു, എന്താ ദർശനം കഴിഞ്ഞോ? എൻ്റെ പൊന്നിയേട്ടാ എല്ലാം കഴിഞ്ഞു. തിരക്കിനിടയിൽ വീണ്ടും ഞാൻ മുന്നോട്ട് പോയി. അപ്പോഴാണ് ഞാൻ കണ്ടത് ഷക്കീലയുടെ ഒരു വലിയ പോസ്റ്റർ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എവിടെയും പോയിട്ടില്ല, കേരളത്തിൽ തന്നെയാണ് ഉള്ളതെന്ന്. ഇപ്പോൾ ഞാൻ വീണ്ടും നിൽക്കുന്നത് കേരളത്തിലെ തലസ്ഥാനമായ മൂർക്കൻ പറമ്പിലാണ്. കുറേ നാളുകൾക്ക് മുൻപ് തന്നെ പ്രശസ്തമായ മൂർക്കൻ പറമ്പ് ഇപ്പോൾ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. നിരവധി പേരെ കുടിയൊഴിപ്പിച്ച് നിർമ്മിച്ച ഈ വിമാനത്താവളം ഞാൻ കുറച്ച് മാറി നിന്നും എത്തി നോക്കി. ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിൽക്കുന്നു ആഫ്രിക്കയിലെ ആദിവാസി കോളനിയായ മത്തങ്ങയിലാണ് ഞാൻ നിൽക്കുന്നത്. പുരോഗമനത്തിൻ്റെ ഒരു കണിക പോലുമില്ലാത്ത അവരോട് ഞാൻ പറഞ്ഞു, എന്നെ മനസ്സിലായ? നിങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി വന്നാണ്. നിങ്ങളെ പക്ഷിയിൽ വന്ന ആളാണല്ലേ? പക്ഷി? ഏത് പക്ഷി? അത് പക്ഷിയിൽ വന്ന ആളല്ലേ? അത് പക്ഷിയല്ല, അത് ഹെലികോപ്റ്ററാണ്. ഹെലികോപ്റ്റർ വേണ്ട, നിങ്ങൾ അതിന്റെ 2 മുട്ട ഞങ്ങൾ വിരിയിച്ചെടുത്തോളാം. ഞാൻ സഞ്ചാരം എന്ന് പറഞ്ഞ പരിപാടിയിലൂടെ നിങ്ങളെ പഠിക്കാൻ വേണ്ടി വന്നാണ്. നിങ്ങളെ പോലെ കുറെ ആൾക്കാർ പഠിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു. അതിന്റെ അനുഭവം കാണുന്നേ. ചിരിതേ ഇങ്ങോട്ട് വാ. എന്റെ പൊന്ന് ഭാര്യ, ജീവിതം സെറ്റപ്പ് ആകുന്നതിനനുസരിച്ച് നീ ഗെറ്റപ്പ് ആയില്ലല്ലോ. ഇടി 7 രൂപ 50 പൈസയുടെ പാല് വേണമെങ്കിൽ നിനക്ക് 15 രൂപയുടെ കോൾ എന്റെ മൊബൈലോട്ട് വിളിക്കാൻ പാടില്ലേ? പിന്നെ നിനക്ക് ഞാൻ എന്തിനാണ് ഈ പൂന്തറാട്ടം മേടിച്ചു തന്നിരിക്കുന്നത്? ഇടി നീ അടുക്കളയിൽ നിപ്പ വിളിക്കും പിന്നെ വിളിക്കുമെന്നും പറഞ്ഞ് 2-3 മണിക്കൂറായി ഞാൻ മിറ്റത്ത് കാത്തിരിക്കുകയെ. നിങ്ങൾ എന്തിനാ മിറ്റത്ത് തന്നെ ഇരുന്നത്? എടി പുറത്തോട്ട് ഇറങ്ങിയ റേഞ്ച് പോകും, അതുകൊണ്ടാണ് മിറ്റത്തിരുന്നത്. ഓ, നിങ്ങളുടെ ഒരു
ഒടുക്കത്തെ റേഞ്ച്, ഈ റേഞ്ച് ഉള്ള സ്ഥലം എവിടെയാ? റേഞ്ച് ഉള്ള ഒറ്റ സ്ഥലേ ഉള്ളൂ, അത് STD ബൂത്താ. അമ്മേ ദേവി കാത്തു രക്ഷിക്കണേ. ഈ 1-ാം തീയതി ആയിക്കോട്ടെ നല്ല നല്ല കൈനീട്ടങ്ങൾ കിട്ടിയാൽ മതിയായിരുന്നു. ഈ മൊബൈൽ ഫോൺകാരെ കൊണ്ട് തോറ്റ്. ഈ നശിച്ച മൊബൈൽ കാരണം ബാക്കിയുള്ളതിന് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? വലിയ വലിയ ആഗ്രഹമൊന്നും എനിക്കില്ല. കുറഞ്ഞത് ഒരു 50 ISD, ഒരു 25 STD കിട്ടിയാൽ മതിയായിരുന്നു. ഞാനിവിടെ എങ്ങാനും ജീവിച്ചു പോകുന്നേരം. കണ്ടില്ലേ പറ്റി കിടക്കുന്നത്. ഇതൊക്കെ എന്ന് തന്ന് തീർക്കും ഇവൻ്റെയൊക്കെ കാര്യം. ദേ ഇതാര് വിളിച്ചേച്ച് ഇങ്ങനെ വെച്ചേച്ചു പോയത്? ഇതിപ്പോ അങ്ങോട്ട് വിളിക്കുകയല്ലേ, ഇങ്ങോട്ടാ വരുന്ന മുഴുവനും. മറ്റവനാ അവൻ തന്നെ. ഹലോ, ആരാ? ഏത് സരസപ്പൻ? സരസപ്പൻ? ഓ നമ്മുടെ സരസപ്പൻ. അവനിവിടെ എങ്ങാനും കാണും, ഞാൻ നോക്കട്ടെ. എടാ സരസപ്പോ, എന്തോ നിനക്കൊരു ഫോൺ. നാശം പിടിച്ചവൻ. ആരാ? ഒരു പെങ്കൊച്ച. ഹലോ, നീയായിരുന്നാ? ഇന്നലെ വിളിക്കുന്നുണ്ട്, എന്താ വിളിക്കാനേ? ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തെന്നറിയും. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഉച്ചവരെ. വാക്ക് പറഞ്ഞ വാക്കാണ്, ഞാൻ ആരെയും പറ്റിക്കാറൊന്നുമില്ല. കൃത്യമായിട്ട് വരണം കേട്ടാ. അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ ശരിയാവില്ല. എന്റെ പറ്റി നാളെ തന്നെ വന്നാ മതി. നാളെ തന്നെ വന്നില്ലെങ്കിലേ ഞാൻ വിളിക്കു പോലും കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞത്. നാളെ എത്തിക്കോ. നാളെ വന്നാ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അത് കുഴപ്പമില്ല, അത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ രീതിയിൽ ചെയ്തോളാന്ന് പറയണ കേൾക്കാൻ ആദ്യം. അങ്ങനെ മതി. ശരി ശരി. അത് നമുക്കിങ്ങനെ മുമ്പടിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിലേ കയറി പാർക്കിലെത്തും എത്തിക്കാം കേട്ടാ, പേടിക്കണ്ട. ഇല്ല, നല്ല അടിപൊളി ചുരിദാർ തന്നെ വാങ്ങി തരും. ഇതുകൊണ്ട് നീ ചുരിദാർ നയിക്കണ്ട, ഇതെന്റെ മേശവരി. ശരി ശരി. ശരി വച്ചോട്ടെ. ശരി. താങ്ക് യു ഏട്ടാ, പോട്ടെ. എടാ മോനെ ഇങ്ങ് വന്നേ, നീ വന്നാടാ. മേലെ അവിടെ കണ്ടു പോരുന്നു. പോരാളത് എന്താ ഒന്നും പറയണ്ടേ, ഒരു പട്ടി എന്നെ ഇട്ട് ഓടിച്ചു. ഒരു വിധത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. ചേട്ടൻ എന്തൊരു മണ്ടനാ. കല്ലെടുത്തെറിഞ്ഞാ പോരായിരുന്നോ? കല്ലെടുത്തെറിഞ്ഞ് വെറുതെ കിടന്ന പട്ടിനെ കല്ലെടുത്തെറിഞ്ഞിട്ടാണ് തന്നെ ഇട്ട് ഓടിച്ചത്. കല്ലെടുത്തെറിയാനായിട്ട് ഈ രാവിലെ നീ ഒരു കാര്യം അറിഞ്ഞു? തലമുടി നാരിന്റെ ഭാഗ്യത്തിനാണ് ഞാൻ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്ത് പറ്റി? രാവിലെ നീ എനിക്ക് ചായ തന്നപ്പോ അതിനകത്തൊരു തലമുടി കിടപ്പുണ്ടായിരുന്നല്ലോ. അതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായല്ലോ. ആ പ്രശ്നം ഉണ്ടായ നിന്നുകൊണ്ട് ബസ് അങ്ങ് വിട്ടുപോയി. അത് മഴയത്തെങ്ങാണ്ടി എന്ന് ഇടിച്ച് ആകെപ്പാടെ പ്രശ്നമായി പോയെന്ന്. ഇത് തന്നെ പറയുന്നത്, തലമുടി നാരിന്റെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അതൊക്കെ ഇരിക്കട്ടെ. നിങ്ങൾ മഴയത്ത് കൊടയം പിടിച്ചോണ്ട് പോയപ്പോ നമ്മുടെ മോൻ വിളിച്ചിട്ട് എന്താ അവനെ കൊടയെ കയറ്റാതെ തിരിച്ചു പോകുന്നത്? മോനായിരുന്നു പുറകെ വിളിച്ചത്. ഞാൻ ഓർത്താ കൊടയുടെ യഥാർത്ഥ ഉടമസ്ഥനായിരിക്കുന്നു, അതല്ലേ? ശരി, ഞാൻ എത്ര നാളായി പറയുന്നു നമുക്കൊരു ബൈക്ക് മേടിക്കാവുന്നേ. എന്തിനാണ് ഈ ബൈക്ക് മേടിച്ച് വെറുതെ ടിപ്പർ ലോറിക്കാരെയൊക്കെ ജയിലിനകത്താക്കുന്നത്? വല്ല ആവശ്യം അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, ഞാൻ നല്ല പോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതെ, ഞാൻ ഇന്നലെ നമ്മുടെ അമ്മയുടെ പേരിൽ പുഷ്പാഞ്ജലി കഴിച്ചു. അപ്പൊ നീ എന്റെ പേരിലൊന്നും കഴിച്ചില്ലേ? കഴിച്ചല്ലോ. വരുന്ന വഴിക്ക് ചാക്കോച്ചേട്ടന്റെ കടയിൽ കയറി 2 ചോക്കോബാർ കഴിച്ചു. അത് ചേട്ടന്റെ പറ്റിൽ എഴുതിക്കോളാനും പറഞ്ഞിട്ടുണ്ട്. ചാക്കോച്ചേട്ടന്റെ കാര്യം മോളുണ്ടല്ലോ, ഒരു മോള് കല്യാണം കഴിക്കാത്തൊരു കൊച്ച്. ആ കൊച്ച് ഗർഭിണിയായിരുന്നു. കളിയാക്കാതെ ചേട്ടാ, കല്യാണം കഴിക്കാതെ ഗർഭിണിയാവുന്നതിന്റെ വിഷമം അത് അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ. അല്ല, അത് ഭയങ്കര സങ്കടകരമായ കാര്യമാണെന്ന് ഞാൻ പറയുമായിരുന്നു. കല്യാണം കഴിച്ചും പോയി എന്ത് ചെയ്യും? ചേട്ടാ, ഒരു സംശയം ചോദിച്ചോട്ടെ, അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ നല്ലത്? ചേട്ടൻ ഏതാ ഇഷ്ടം? ഈ അറേഞ്ച്ഡ് മാരേജും ലവ് മാരേജും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലവ് മാരേജ് എന്ന് പറയുന്നത് ആത്മഹത്യയാണ്, പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവമാണല്ലോ. അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ ആസൂത്രിതമായ കൊലപാതകം. നമ്മൾ തല കൊണ്ട് വെച്ച് കൊടുക്കുകയാണല്ലോ. കണ്ടില്ലേടി നമ്മൾ രണ്ടും ഇരിക്കുന്നൊരു ഫോട്ടോ? അയ്യോ എന്ത് രസം, അതിനകത്ത് ചേട്ടന്റെ ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ ജീവിതത്തിൽ അവസാനമായിട്ട് ചിരിച്ച ദിവസം. ഓ ചേട്ടാ, അതെ, എനിക്കൊരു സംശയം. നമ്മുടെ ട്രെയിൻ ഉണ്ടല്ലോ, ട്രെയിനിന്റെ ഏറ്റവും ബാക്കിലല്ലേ ലേഡീസ് കമ്പാർട്ട്മെന്റ്, അതെന്താ അവർ അവിടെ വെച്ചിരിക്കുന്നത്? എന്ത് പാടാന്നറിയാവോ കയറാൻ? ട്രെയിനിന്റെ ഏറ്റവും മുൻപിൽ എന്താണ്? എഞ്ചിനല്ലേ? അതുപോലത്തെ വൃത്തികെട്ട ശബ്ദമുള്ള ഒരു സംഭവം പുറകെ കൂടെ വേണമെന്ന് കരുതിയിട്ട് അവർ പുറകെ കൊണ്ട് വെച്ചിരിക്കുക. നീയൊക്കെ അല്ലേ കയറുന്നത്? അതൊക്കെ ഇരിക്കട്ടെ ചേട്ടാ, ചേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞേ. ഇനി എന്റെ ജീവിതത്തിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മത്തിൽ അടുത്ത ജന്മത്തിൽ നീ എന്റെ വേലക്കാരിയായിട്ട് ജനിക്കണം. അതാണ് എന്റെ ആഗ്രഹം. എങ്ങനെ? അടുത്ത ജന്മത്തിൽ നീ എന്റെ വേലക്കാരിയായിട്ട് ജനിക്കണമെന്ന്. എടി, അങ്ങനെയെങ്കിലും നിന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന കുറച്ച് ഭക്ഷണം എനിക്ക് കഴിക്കാൻ